മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ അജി പീറ്റർ തങ്കം തിരക്കഥ എഴുതി നിസാം ബഷീർ സംവിധാനം ചെയ്ത സിനിമയാണ് കെട്ടിയോളാണ് എൻ്റെ മാലാക. ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശമായ കല്ലാർ. അവിടെ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ 100% കർഷകൻ. പേര് സ്ലീവാച്ചൻ. പേരിൽ തന്നെ ഒരു നിഷ്കളങ്കതയുണ്ടല്ലേ? ശരിയാണ്, സ്ലീവാച്ചൻ നിഷ്കളങ്കനും നിസ്വാർത്ഥനുമാണ്. പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചുവിട്ട് വയസ്സായ അമ്മച്ചിക്കൊപ്പം സുഖജീവിതം നയിക്കുന്ന സ്ലീവാച്ചനെ എല്ലാവരും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. കുഞ്ഞേച്ചി പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നും എടുക്കണോട്ടോ കൂട്ടായി. നീ ഒന്ന് പോയേ. അതിനടാ അത് പറയുമ്പോ നീ ഒഴിവാകുന്നേ? ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കെട്ടാൻ ബാക്കിയുള്ളത്? നീ ആദ്യമൊക്കെ മസിൽ പിടിച്ചു നിന്നെങ്കിലും ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സ്ലീവാച്ചൻ പെണ്ണ് കാണാൻ പോകുന്നു. ഏറെക്കാലം ബാംഗ്ലൂരുവിൽ കഴിഞ്ഞ് ഇപ്പോൾ അങ്കമാലിയിൽ താമസിക്കുന്ന റിൻസിയാണ് പെണ്ണ്. കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് സ്ലീവാച്ചന് ടെൻഷനായി. കാരണം ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്നോ ഇടപഴകണമെന്നോ അയാൾക്ക് ഒരു നിശ്ചയവുമില്ല. ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ഒടുവിൽ ഇടവ പള്ളിയിലെ അച്ഛൻ്റെ സഹായം തേടുന്നു. അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് വധു. അച്ഛനാണ് ആ ആലോചന കൊണ്ടുവന്നതും. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല. അതാണ് നിന്റെ പ്രശ്നം. അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു തന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും പറിക്കുമെന്നേ. വികാരി അച്ഛനോട് സ്ലീവാച്ചൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്നാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനെത്തിയ ആ ചെറുപ്പക്കാരൻ ആകെ പരവശനാകുന്നു. ചിന്തകളുടെ കുഴിമറിച്ചിലിൽപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട അയാളുടെ ചിന്ത എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നായിരുന്നു. സ്ലീവാച്ചൻ്റെ അമ്മച്ചിയുടെ വാക്കുകൾ കടമെടുത്താൽ കുട്ടായിക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ അമ്മച്ചിയും പെങ്ങന്മാരും ഒക്കെയാണ്. അവന് പെണ്ണെന്ന് പറഞ്ഞാൽ പെങ്ങന്മാര് അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ. ശരിയാണ്, അതിനപ്പുറം ഒരു ലോകം ഭാവന ചെയ്യാൻ അയാൾക്ക് കഴിയാതെ പോയി. അതിനുള്ള മാനസിക വികാസം ഇല്ലാതെ പോയി. എന്നാൽ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഭാര്യ റിൻസിക്ക് കഴിയുന്നതുമില്ല. തൻ്റെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഭർത്താവ് തന്നെ ഒഴിവാക്കുന്നതെന്നാണ് അവൾ കരുതിയത്. അങ്ങനെയിരിക്കെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ഉപദേശത്തെ കൂട്ടുപിടിച്ച് പുരുഷന്റെ കരുത്ത് കാട്ടാൻ തീരുമാനിക്കുകയാണ് അയാൾ. എന്നാൽ അതിൻ്റെ പരിണിത ഫലം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരികം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഡോക്ടറുടെ ഉപദേശപ്രകാരം കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം റിൻസി തൻ്റെ ബന്ധുക്കളുടെ അടുത്തെത്തുന്നു. അപ്പോൾ തങ്ങൾ എന്നേക്കുമായി പിരിയുകയാണ് എന്ന വിചാരമാണ് സ്ലീവാച്ചനുണ്ടായത്. എന്നാൽ റിൻസിക്ക് അയാളെ പിരിയാൻ കഴിയുന്നതുമില്ല. കാരണം ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത, ആരെയും ഒരിക്കലും നോവിപ്പിക്കാൻ കഴിയാത്ത, കുറ്റബോധം കൊണ്ട് നീറി കഴിയുന്ന ശുദ്ധഹൃദയനായ ഒരു മനുഷ്യനാണ് തൻ്റെ ഭർത്താവെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു. ശരിക്കും തീരുമാനിച്ചുറപ്പിച്ചു. നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞു എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു. ഞാനൊന്നുകൂടെ കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കെന്നെ ഇഷ്ടമെന്ന് പറയും റിൻസിന്. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. പണവും പ്രതാപവുമല്ല, അറിവും സാമൂഹിക ബോധവുമാണ് എന്തിൻ്റെയും നിലനിൽപ്പെന്നും പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ അറിവില്ലായ്മ വലിയ കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുമാണ് ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിലൂടെ ഈ കഥ നമ്മോട് പറയുന്നത്. വെള്ളിത്തിരയുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. ഗുഡ് ബൈ.